വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ വ്ലോഗ് ഓഫ് അജയൻ പാരോസ് യൂട്യൂബ് ചാനൽ. നമ്മൾ കസാബ്ലാങ്ക എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി ഇപ്പോൾ ഇവിടെ ഒനോമോ എന്ന് പറഞ്ഞ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. 2 kilometers അവേ ഫ്രം എയർപോർട്ട് ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോണത്. ഇതാ ഒനോമോ, ഇതാണ് ഹോട്ടലിൻ്റെ പേര്. നമ്മൾ താഴെ വന്ന് ചെക്ക് ഇൻ ചെയ്തു, നമുക്ക് കീ എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവുക. 217 ആണ് നമ്മുടെ റൂം. ചെറിയൊരു റൂമാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്, ഇവിടെ ബാത്തിങ് സ്പേസ്, ഇവിടെ ക്ലോസറ്റ്, ഇവിടെ ഒരു കുഞ്ഞു മിറർ. ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പിന്നെ ഇങ്ങനൊരു ഷെൽഫ് ഉണ്ട്. ഇത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതേ ആഫ്രിക്കൻ മോഡലിലാണ് ഈ ഒരു ഹോട്ടൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നാണ്. ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയാണ്. കയറി വരുമ്പോൾ തന്നെ ഡൈനിങ്ങിൻ്റെ ഏരിയ വാസ് സൂപ്പർ. ഡൈനിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫ് ഉണ്ട്, ഇവിടെ ലോക്കർ. ഇതിപ്പോൾ നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ ഹാൻഡ് ലഗേജ് ആണ്. നാളെ നമുക്ക് ഇടാനുള്ള ഡ്രസ്സസാണ് ഇതിലുള്ളത്. നമ്മുടെ രണ്ടുപേരും ചെരുപ്പ്, ബാഗ്, ഇത് ഡുവിയുടെ എന്താ പറയുക, ഡുവിയുടെ ട്രാവൽ ബാഗ്, ഇതെൻ്റെ സെറ്റർ. ഇവിടെ പിന്നെ ഒരു ഫുൾ മിറർ ഉണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, ഫുൾ മിറർ. ഇവിടെ പിന്നെ ഇതാ നമ്മുടെ ബെഡ്, ഇവിടെ ഒരു സൈഡ് ടേബിൾ, അവിടെ ഒരു സൈഡ് ടേബിൾ, ബെഡ്, ഇവിടെ TV. ഇത് വാൾ സ്റ്റിക്കറാണ്. ഇഷ്ടിക പോലെ തോന്നി എനിക്ക് കണ്ടപ്പോൾ. ഇഷ്ടിക വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ മതിൽ പണിയില്ല, അതുപോലെ ഉള്ളത്. ഇവിടെ ചെറിയൊരു ടേബിൾ ഉണ്ട്, ഇവിടെ ഒരു ചെയർ ഉണ്ട്, ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു സൈഡ് ടേബിൾ ഉണ്ട്, 2 ലൈറ്റ്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സീലിംഗ് ഒക്കെ ബ്ലാക്ക് ആണ്, വൈറ്റ്, ചുമരിലെല്ലാം വൈറ്റ്. പിന്നെ വൈറ്റ് ലൈറ്റുകൾ ഇല്ല, അത് അവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ബെഡ് ലാമ്പ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ ലൈറ്റാണ്, ഇതുപോലത്തെ യെല്ലോ ലൈറ്റ്. ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ലൈറ്റുകളാണുള്ളത്. പിന്നെ ഇതാ ഇവിടെ ബെഡിൽ നമ്മുടെ സ്വന്തം പൊന്നോമന, ഞങ്ങളുടെ സ്വന്തം പൊന്നോമന. നല്ല ഉറക്ക ആള്, നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ ആളെ സ്വാഡിൽ ചെയ്ത് റാപ്പ് ചെയ്ത് ഇവിടെ ഇങ്ങനെ സേഫാക്കി കിടത്തിയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചിണുങ്ങളുണ്ട്. മേ ബി എൻ്റെ സൗണ്ട് കേട്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. 2 പില്ലൊക്കെ വെച്ച് ആളെ ഫുള്ള് സേഫാക്കി നല്ല സ്മൂത്താക്കി. ലൈറ്റ് അടിച്ചിട്ടായിരിക്കും. ആള് നല്ല ഉറക്കാണ്. എൻ്റെ സൗണ്ട് കേട്ടാ തോന്നുന്നത് ചിണുങ്ങണത്. പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ട്. ഇത് തുറക്കാൻ പറ്റില്ല, പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ ഡുവിക്ക് അത് പ്രശ്നമാവും, അത് തന്നെ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല. ഗ്ലാസ് വിൻഡോ ആണ്. പുറത്തേക്ക് നോക്കിയാൽ ഫുൾ കാണാൻ പറ്റും, ഫുൾ വ്യൂ കാണാൻ പറ്റും. അവിടെയാണ് അവരുടെ ഡൈനിങ്ങിൻ്റെ ഏരിയ വരുന്നത്. രാവിലെ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. താഴെ കാണുന്നതാണ് ഇവരുടെ ഡൈനിങ് ഏരിയ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു വ്യൂ. ഇവിടെ ചെറിയൊരു ടേബിൾ, ഇവിടെ ഒരു ഇവരുടെ ബ്രോഷേഴ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഒനോമോ ഹോട്ടൽ, ഇതാണ് ഹോട്ടൽ കസാബ്ലാങ്ക എയർപോർട്ട്. ഇതവരുടെ അഡ്രസ്. 2 minutes away from എയർപോർട്ട്. 2 kilometer മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ റൂമിലുള്ളത്. ഏട്ടായൊക്കെ എപ്പോഴും ലീവ് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യാറുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് നിൽക്കാറുള്ളത്. അപ്പോൾ ഏട്ടായി പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഞാനിപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ എന്തായാലും നല്ല സ്റ്റേ ആണ്. ഇനി നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 6 to 10 മണി വരെയാണ് അവർ സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ചിലപ്പോഴേ കുളിക്കുള്ളൂ, ചിലപ്പോൾ പോയി വന്നിട്ടായിരിക്കും കുളിക്കുക. നാളെ നമ്മൾ ഡയറക്റ്റ് കസാബ്ലാങ്ക ടു ഖത്തറിലോട്ട്, അതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നാളെ ഞങ്ങൾ ഖത്തറിലായിരിക്കും. അപ്പോൾ ഇനി നാളെ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, ടാറ്റാ.